29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ആദ്യ ഓപ്പൺ ഫോറം ടാഗോർ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഫ്രഞ്ച് ഫിലിം മേക്കർ ആഗ്നസ് ഗോദാർഡ്, IFFK ചെയർമാൻ പ്രേംകുമാർ, സെക്രട്ടറി അജോയ്, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എന്നിവരും ഓപ്പൺ ഫോറത്തിൽ പങ്കെടുക്കും. വിവിധ സംഭാഷണങ്ങൾ നടത്താനും പരസ്പര ആശയവിനിമയത്തിനും സംവാദത്തിനുമുള്ള ഇടമായി 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ഓപ്പൺ ഫോറം തുടക്കം കുറിച്ചു. And such films which are part of the art house movement, so we get to know and find such films on these kind of platforms. I think considering cinema needs to be in research all the time, I think that's a really good way to approach the thing. I'm sorry that I don't want to be a prophet of doom here, but this is reality. So let us go over that and try to make cinema. Cinema is the only hope for people like us here. സുന്ദരവും സർഗാത്മകവുമായ വേദികളാണ് ഓരോ ഓപ്പൺ ഫോറങ്ങളുമെന്നും അതിവിപുലമായ ജനാധിപത്യത്തിനിടങ്ങളാണ് അവയെന്നും ചടങ്ങിൽ പങ്കെടുത്ത ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ പറഞ്ഞു. ശരിക്കും ഈ മേളയിലെ ഏറ്റവും സുന്ദരവും ഏറ്റവും സർഗാത്മകവുമായ ഒരു വേദിയാണ് ഇത്. ഒരു ജനാധിപത്യത്തിന്റെ സ്പേസാണ്. ഇവിടെയാണ് ഏറ്റവും ക്രിയാത്മകമായ ചർച്ചകൾ, സംവാദങ്ങൾ, വിശകലനങ്ങൾ ഒക്കെ നടക്കുന്നത്. വിമർശനങ്ങൾ, വൈരുദ്ധ്യങ്ങൾ, വിരുദ്ധ അഭിപ്രായങ്ങൾ, വിരുദ്ധ നിലപാടുകൾ, വിരുദ്ധങ്ങളായ ചിന്തകൾ ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരിടമാണ്. സിനിമ കാണുന്ന പ്രേക്ഷകർ, അതിന് പിന്നിൽ പ്രവർത്തിച്ച അതിൻ്റെ സൃഷ്ടാക്കളുമായിട്ട് ഉള്ള ഇൻട്രാക്ഷൻ, അതിലൂടെ ചലച്ചിത്രകാരൻ ഉദ്ദേശിച്ചതും ഒരുപക്ഷെ ഉദ്ദേശിച്ചതിലപ്പുറവുമായിട്ടുള്ള അർത്ഥതലങ്ങൾ പ്രേക്ഷകർ കണ്ടെത്തിയേക്കാം. സിനിമ കാണുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ, ഓരോരുത്തരുടെയും മനസ്സിൽ ആ സിനിമ ഉണ്ടാക്കുന്ന അനുഭവം, അതിന്റെ തലങ്ങൾ അത് വ്യത്യസ്തമായിരിക്കും. പ്രശസ്ത ഫ്രഞ്ച് ഛായാഗ്രഹകയും 29ാമത് IFFK ജൂറി ചെയർപേഴ്സണുമായ ആഗ്നസ് ഗോദാർഡ് ചടങ്ങിൽ പങ്കെടുത്തു. That's my first time in India, therefore in Kerala too, and then it's really a discovery. I heard about India in terms of cinema, of course, because it's very well known that India is the biggest ever production country of number of film each year, so it's very impressive. സിനിമയുടെ പെൺനോട്ടങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈവിധ്യപൂർണമായ മേളയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് IFFK സെക്രട്ടറി അജോയ് പറഞ്ഞു. സിനിമയുടെ പെൺനോട്ടങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫീമെയിൽ ഗെയ്സ് എന്ന പാക്കേജ് ഒരു സീരീസായി കഴിഞ്ഞ വർഷത്തെ പോലെ ഈ മേളയിൽ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ലാറ്റിൻ അമേരിക്കൻ സിനിമയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രങ്ങൾ അവിടെ നിന്ന് തന്നെയുള്ള ക്യൂറേറ്ററായിട്ടുള്ള ഫെർണാണ്ടോ ബെർണറുടെ സഹായത്തോടെ നമുക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വൈവിധ്യപൂർണമായ ഉള്ളടക്കത്തിൽ, ആവിഷ്കാരത്തിൽ വളരെ വ്യത്യസ്തത പുലർത്തുന്ന ചലച്ചിത്രങ്ങളുടെ ഒരു കൂട്ടം നമുക്ക് ഈ മേളയിൽ എത്തിക്കാൻ കഴിയുന്നുണ്ട്. മേളയുടെ പ്രധാന കേന്ദ്രമായ ടാഗോർ തിയേറ്ററും പരിസരവും കാഴ്ചകൾക്കും സൗഹൃദക്കൂട്ടങ്ങൾക്കും സിനിമാ ചർച്ചകൾക്കുമൊക്കെ തയ്യാറായി കഴിഞ്ഞു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.